കേട്ടില്ല. റബ്ബർ ബോർഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ കീഴിൽ പരിശീലനം കൊടുക്കുന്ന കേന്ദ്രമാണ് ഇത്. നാഷണൽ ചെരുപ്പ്. ഒത്തിരി സാധനങ്ങളുണ്ട് അല്ലേ? ഏകദേശം 50,000 സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് റബ്ബർ. അത്രയേ പറ്റുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ വികസനം എത്രയാണെന്ന് ചോദിച്ചാൽ അതിനൊരു മാനദണ്ഡം തന്നെയാണ് അവർ ഉപയോഗിക്കുന്ന റബ്ബറിൻ്റെ നോക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ചെറിയ ചെടിയുടെ ഒരു ചെറിയ പാർട്ടിൽ നിന്ന് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഹോർട്ടിക്കൾച്ചർ ജനറലി ചെയ്യുന്നത്. അപ്പം നമ്മൾ റബ്ബറിൻ്റെ ഈ പൂപ്പൊടി ഉണ്ടാകുന്ന ആൻഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡറിൻ്റെ ചെറിയ സ്റ്റേജ് എടുത്തിട്ട് കാലസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് വളർത്തിയിടും. ഇതാണ് കാലസ്. ഇത് നിങ്ങൾ ഇതിലെ എല്ലാവരും പാസ് ചെയ്യും. അതിൽ ഒരുപാട് താഴെ പൊട്ടിക്കായിരുന്നു മതി. ഒരുപാട് സെൽസ് ഉണ്ട്. കുറേ സെല്ലുകളുടെ ഒരു കൂട്ടമാണ് ഈ കാലസ്. ആ കാലസിൽ നിന്ന് പിന്നെ നമ്മൾ വേറെ മീഡിയത്തിൽ വെച്ചിട്ട് എംബ്രിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എംബ്രിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? സീഡിനകത്തൊക്കെ ഉള്ളത് ഇതാ. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വെളുത്തിരിക്കുന്ന സാധനമാണ് എംബ്രിയോസ്. കേട്ടോ? നല്ലതാണോ? ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴ എത്രയുണ്ട്, റെയിൻ എത്രയുണ്ട്, ടെമ്പറേച്ചർ എത്രയാണ്, ഹ്യൂമിഡിറ്റി എത്രയാണ്, വിൻഡിൻ്റെ സ്പീഡ് എത്രയാണ്, നമുക്ക് എത്ര ഒരു ദിവസം എത്ര സമയം സൂര്യപ്രകാശം കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ, അതായത് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, രാവിലെ റേഡിയോ TV ഒക്കെ വെക്കുമ്പോൾ നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, കളക്ടറൊക്കെ ചില കുട്ടികളൊക്കെ കയറി അവധി വേണം, നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതെങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്? നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ബഡിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? എന്തുവാ ബഡിങ്? ബഡിങ് വെച്ച് എന്താണ് ബഡിങ്? ആരെങ്കിലും ഒരാൾ പറ. ആരെ പറയുന്നത്? നമുക്ക് ഇപ്പോൾ റോസിൽ നമ്മൾ ബഡ് ചെയ്യാറുണ്ട് ഇല്ലേ? റോസിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ടീ ബഡിങ് ആണ് റോസിൽ ചെയ്യുന്നത്. ബഡിങ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ടീ ബഡിങ് ഉണ്ട്, പാഷ് ബഡിങ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. റബ്ബറിൽ നമ്മൾ ചെയ്യുന്നത് പാഷ് ബഡിങ് ആണ്. നമ്മൾ എന്തിനാണ് റബ്ബർ ഇപ്പോൾ ബഡ് ചെയ്യുന്നത്? എന്തിനാണ്? നമുക്ക് അറിയാം, റബ്ബർ മരത്തിൽ സീഡുണ്ട്.
സീഡ് ഇട്ട് മുളപ്പിച്ചാലും തൈകൾ നമുക്ക് കിട്ടും അല്ലേ? പക്ഷേ സീഡിട്ട് മുളപ്പിച്ച് കിട്ടുന്ന തൈകൾ ആ മദർ പ്ലാന്റിൻ്റെ അതേ ഗുണമുള്ള അതേ ക്യാരക്ടേഴ്സ് ഉള്ള തൈകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഇനമാണോ വേണ്ടത് അതേ ഇനം തൈകൾ കൂടുതൽ വേറൊരു സീഡ്ലിങ്ങിലോട്ട് അല്ലെങ്കിൽ വേറൊരു മരത്തിലോട്ട് കൊണ്ടുപോയി നമ്മൾ ഒട്ടിച്ച് വെക്കും. അതാണ് ബഡ്ഡിങ് അല്ലേ? അപ്പം നമ്മൾ റബ്ബറിനകത്ത് റബ്ബർ കുരു ഇട്ട് മുളപ്പിച്ചിട്ട് അതിലോട്ട് നമുക്ക് ഏതിനമാണോ വേണ്ടത് അതിൻ്റെ ബഡ് വുഡ് എടുത്ത് ആ അത്തേന്ന് ബഡ് കളക്ട് ചെയ്തിട്ട് ഈ സീഡ്ലിങ്ങിലോട്ട് നമ്മൾ ബഡ് ചെയ്യും. റബ്ബറിൽ ഉപയോഗിക്കുന്ന ഏത് ബഡ്ഡിങ് ആണോ പറഞ്ഞത്? പാഷ് ബഡ്ഡിങ് ആണ് റബ്ബർ യൂസ് ചെയ്യുന്നത്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ബ്രൗൺ ബഡ്ഡിങ് ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? ഗ്രീൻ ബഡ്ഡിങ് ഉണ്ട്. ബ്രൗൺ ബഡ്ഡിങ് എന്ന് പറയുമ്പോഴത്തേക്കിന് സീഡ്ലിങ് 1 വർഷത്തോളമൊക്കെ പ്രായമായ സീഡ്ലിങ്ങിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രീൻ ബഡ്ഡിങ് ആണെങ്കിൽ കുറച്ചുകൂടെ യങ് സ്റ്റേജ് നമ്മൾ ചെയ്യും. അതുപോലെ ബഡ് വുഡ് എടുക്കുമ്പോഴും ഇപ്പോൾ ഇതൊക്കെ ഒരു ഗ്രീൻ ബഡ്ഡിന് പാകമായ ബഡ് വുഡാണ്. അതേസമയം ഇത് ഇവിടെ ഈ തെങ്ങൊക്കെ എടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബ്രൗൺ ബഡ്ഡിങ്ങിനൊക്കെ ഈ ഒരു പ്രായമായ, അതായത് കുറച്ചുകൂടെ ബ്രൗൺ ഷെയ്ഡ് വന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് പറഞ്ഞ പോലെ 1 വർഷത്തോളം ആയതായിരിക്കും ബ്രൗൺ ബഡ്ഡിങ്ങിൽ എടുക്കുന്ന ബഡ് വുഡ്. ഗ്രീൻ ബഡ്ഡിങ് ആണ് കുറച്ചുകൂടെ യങ് സ്റ്റേജിലെടുക്കും, അതായത് 6 മുതൽ 8 മാസമാകുന്നത് ഗ്രീൻ ബഡ്ഡിങ്. പിന്നെ ബഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഇനം ഏതിനമാണ്. ഇപ്പോൾ റബ്ബറിൽ പല ഇനമുണ്ട്, 105 ഉണ്ട്, 414 നമ്മൾ ടേപ്പ് അഴിച്ച് നോക്കും. ടേപ്പ് അഴിച്ച് നോക്കുമ്പോൾ ബഡ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ബഡ് വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ബഡ് വളർന്നു വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു 7 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഇത് കട്ട് ചെയ്ത് മാറ്റും. ബാക്കി ഏരിയ റൂട്ട് സ്റ്റോക്കിൻ്റെ മുകളിൽ നമ്മൾ ബഡ് ചെയ്തതിൻ്റെ ആ സീഡ്ലിംഗ് ഉണ്ടല്ലോ, സീഡ്ലിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു 7 സെൻറ്റിമീറ്റർ ഹൈറ്റ് വളർത്തിക്കൊണ്ട് വന്ന് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ കൊണ്ടുവന്ന് ഒരു തോട്ടത്തിൽ പ്ലാന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന റബ്ബർ തോട്ടമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഐഡിയ ഉണ്ടാവും. പിന്നെ വേറെ എന്തുണ്ടാവും? പിന്നെ എന്താ റബ്ബർ ബാൻഡ് ഒക്കെ ഇല്ലേ? റബ്ബർ ബാൻഡൊക്കെ നമ്മുടെ റബ്ബർ പാലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. പിന്നുള്ളത് നമ്മുടെ ബലൂൺ അറിയില്ലേ? ബലൂണൊക്കെ എന്തിനാണെന്നറിയോ? നമ്മുടെ റബ്ബർ പാലിൽ നിന്നാണ് ബലൂൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു 10% ഫോമിക് ആസിഡാണ്. കട്ട പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡാണിത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മോൾഡ് പതുക്കെ ഈ ലാറ്റക്സ് കോമ്പൗണ്ടിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കുക. പതുക്കെ വേണം മുക്കാനായിട്ട്. എന്നിട്ട് അതുപോലെ തന്നെ പതുക്കെ അങ്ങ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ആസിഡിലോട്ട് അപ്പം തന്നെ കൊണ്ട് ഒന്ന് മുക്കുക. ഓക്കെ, മുക്കിയിട്ട് നമ്മൾ തിരിച്ചെടുക്കുക. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു കോമ്പൗണ്ട് നന്നായിട്ട് കട്ടയാകും. ഓക്കെ, ഇപ്പം നമ്മുടെ ബലൂണിന് നമുക്ക് എത്ര പ്രാവശ്യം മുക്കണം? എത്ര പ്രാവശ്യം ടിപ്പേണ്ടി വരും? നമ്മൾ ബലൂണിൻ്റെ ലെയർ കണ്ടിട്ടില്ലേ? ഭയങ്കര ലെയർ അല്ലേ? അപ്പം ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് മുക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് വേറെ പ്രൊഡക്റ്റാണ് ഗ്ലൗസ് ഒക്കെ. ഗ്ലൗസ് അറിയില്ലേ? അപ്പം ആ ഗ്ലൗസും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഗ്ലൗസ് കുറച്ചും കൂടി കട്ട് ചെയ്യില്ലേ? അപ്പം നമ്മൾ പിന്നെയും എന്ത് ചെയ്യും? ഈ ലാറ്റക്സ് കോമ്പൗണ്ടിലോട്ട് പിന്നെ ഡിപ്പ് ചെയ്യും, പിന്നെയും ആസിഡിലോട്ട്